ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ടെറസ് കിച്ചണിലാണ്. ലോക്ക്ഡൗണിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഞാൻ താഴത്തെ അടുക്കളയിലാണ് ഷെയർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ പാചക വിശേഷങ്ങൾ. ഇന്നിപ്പോൾ ഒരു വ്യത്യാസം ഇടയ്ക്കൊക്കെ ടെറസ് കിച്ചണ് വേണ്ടേ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പ്ലാനെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ കയ്യിലെല്ലാം ചെറുപയർ ആവശ്യം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറുപയർ വെച്ച് നമുക്ക് കുറേ ദിവസമായി സാധാരണ ചോറ് കറിയൊക്കെ വെച്ച് നടക്കുകയല്ലേ. ചെറുപയർ കൊണ്ട് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ, നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇത് 1 കപ്പ് ചെറുപയർ ഞാൻ വെള്ളത്തിലാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ചെറുപയറിനെ 1 കപ്പ് എടുത്തിട്ട് ഒരു 5-6 കപ്പ് വെള്ളം, തിളപ്പിച്ച വെള്ളം, ബോയിലിംഗ് വാട്ടർ, നല്ല ചൂടുവെള്ളം, നല്ല ബോയിലിംഗ് പോയിന്റിലെത്തിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഈ ചെറുപയർ 1 കപ്പ് ഒഴിച്ച് 1 കപ്പ് ഇട്ടിട്ട് അടച്ചങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 to 5 hours, 5 മണിക്കൂറെങ്കിലും മിനിമം വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശരിയാക്കി വയ്ക്കുക. ഒരു മണിക്ക് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ആകും. അതല്ല ഉച്ചക്കലത്തേക്കാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യമേ ചെയ്യേണ്ട ജോലിയാണ്. ഒരു 7 മണിയാകുമ്പോൾ തിളച്ച വെള്ളം ഉണ്ടാക്കുക, ഒരു 6 കപ്പോളം, 1 കപ്പ് ചെറുപയർ ഇടുക, അടച്ച് മാറ്റി വയ്ക്കുക. ഓക്കെ, 5-6 hours ആകുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇതേ നോക്കിയേ, അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിരുന്നു. നല്ല കുതിർന്ന് നല്ല സോഫ്റ്റായിരിക്കുകയാണ്. അതൊക്കെ അതിൻ്റെ സ്കിന്ന് വരെ ഇളകി വരുന്നു, അത്രയും സോഫ്റ്റായി. നമുക്ക് ചുമ്മാ കഴിക്കാം. ടെൻഡർ കാണിച്ചു തരാം. ഇത് എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്നലെ സാധാരണ പച്ച പയർ കഴിക്കുന്ന പോലെയുണ്ട്. അപ്പോൾ പയർ കറക്റ്റാണ്, റെഡി ആയിട്ടിരിക്കുന്നു. അതായി. ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കാം. പിന്നെ റൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരം അരിയിലും ഉണ്ടാക്കാം. നല്ല ഇനം പച്ചരിയിൽ ചെയ്യാം, ബസ്മതി റൈസിൽ ചെയ്യാം, കൈമേൽ വേണമെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ ബിരിയാണി അരിയിൽ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ 2.5 കപ്പ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പോസ്റ്റ്മാൻ ക്ലാസിക്, അത് ഞാൻ പേരെടുത്ത് പറയുന്നത് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് വാങ്ങിക്കുക. അത് നല്ല അരിയാണ്. അത് പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ കുതിരാനൊന്നും വെക്കേണ്ട, അല്ലാണ്ട് തന്നെ ചെയ്യാം. ഇത് കുറച്ചുകൂടി നീളം ഉണ്ടാകും അരിക്ക്, ചോറ് വെന്ത് കഴിയുമ്പോൾ. ഇത് നോക്കിയേ. അപ്പോൾ ഇതും ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു കുറച്ച് നേരമായി, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അധികം കാര്യങ്ങളൊന്നുമില്ല. മസാല തയ്യാറാക്കണം. മസാലയ്ക്ക് എന്താ വേണ്ടേ? 2 സവാള, ഒരുപാട് അരിയൽസ് ഒന്നുമില്ല. പിന്നെ ഒരു 7-8 പച്ചമുളക്, അതിങ്ങനെ പിളർന്നിട്ടാൽ മതി. സവാള ഹാഫ് സ്ലൈസസ്, 2 വലുതിരിക്കട്ടെ. പിന്നെ ഒരു ടൊമാറ്റോ, ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഹാഫ് സ്ലൈസ്. ഇനി ഒരു 8 പച്ചമുളകിനെ നമുക്കിങ്ങനെ 2ആയിട്ട്, വലുത് നീളം കൂടുതലാണെങ്കിൽ ഇങ്ങനെ മുറിച്ചിടുക. ഓക്കെ, ഇനി അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി മസാല മേക്കിംഗ്. അപ്പോൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ തന്നെ വഴറ്റി കഴിഞ്ഞാൽ ഒറ്റ പാത്രമല്ലേ ഉള്ളൂ, നമുക്ക് ക്ലീനിങ് എല്ലാം കുറച്ചുകൂടി ഈസി ആയിരിക്കും, ഒരു പാടുമില്ല. പിന്നെ നെയ്യിലാണ് ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരു 6 ടേബിൾ സ്പൂൺ നെയ്യ്, അതിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പകുതി നെയ്യും പകുതി എണ്ണയായിട്ടും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എണ്ണ മിക്സ് ചെയ്ത് ചെയ്യാം. അതായത് ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നതിന് പകരം 1.5 ടേബിൾ സ്പൂൺ നെയ്യ്, 1.5 ടേബിൾ സ്പൂൺ എണ്ണ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ വീണ്ടും നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്ന സമയത്ത് നെയ്യ് എണ്ണ കോമ്പിനേഷൻ വയ്ക്കുക. പക്ഷെ ഞാൻ പ്യുവർ ഗീയിൽ ചെയ്യാം. കാരണം ചില സമയത്ത് നെയ്യാണ് പലപ്പോഴും എണ്ണയെക്കാട്ടിലും ഹെൽത്തി. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെയ്യ് ഒഴിക്കും. ആദ്യം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ്, വഴറ്റാനായിട്ട് 3 ടേബിൾ സ്പൂൺ മതി. ആദ്യം വയണയില, ബേ ലീഫ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ, വയണയില അല്ല, ബേ ലീഫാണ്. അത് ഒരെണ്ണം 2ആയിട്ട് മുറിച്ചിടുന്നു. പിന്നെ 2 കഷ്ണം പട്ട, പിന്നെ ഏലക്ക ഒരു 5-6 ഏലക്ക. അത് കഴിഞ്ഞിട്ട് ഗ്രാമ്പു ഒരു 6-7 ഗ്രാമ്പു. അപ്പോൾ ഹോൾ സ്പൈസസ് ആയി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് സാജീരകം. ഞാൻ എപ്പോഴും ബിരിയാണിയിൽ ചേർക്കുന്നൊരു കാര്യമാണ്, തലശ്ശേരി ബിരിയാണിയിലും ഒക്കെ ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ്, നമ്മുടെ സാധാരണ കറിക്ക് അരയ്ക്കുന്ന ജീരകമല്ല ഇത്. നമ്മുടെ സാജീരകം 1 ടീസ്പൂൺ, പെരിഞ്ജീരകവും അല്ല, സാധാരണ ക്യുമിൻ സീഡും അല്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലൊരു മൂത്ത മണം വരട്ടെ. മണം വരും, പെട്ടെന്ന് തന്നെ വരും. ആഹാ, ഹോൾ സ്പൈസസിൻ്റെ നല്ല മണം. ഓക്കെ, ഇനി സവാള, പച്ചമുളക് 2 കൂടി ഒന്നിച്ച് തന്നെ ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറട്ടെ. കുറച്ച് നിറം മാറാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ അരച്ചത് പേസ്റ്റ് ഏതാണെങ്കിലും കുഴപ്പമില്ല ചേർക്കാം.
ഞാൻ ഇച്ചിരി തീ കുറച്ചിട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ ചേർത്തത്. കാര്യം നന്നായിട്ട് നെയ്യ് ചൂടായി കഴിഞ്ഞിരുന്നു. അപ്പോൾ തീ അല്പം കുറച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചേർക്കുന്ന ആ ഒരു ടൈം നമുക്ക് ബാലൻസ് ചെയ്യാം. മസാലയുടെ ഒക്കെ മണം വന്നു കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് ആ സ്മെല്ല് വന്നിട്ടാണ് എല്ലാം ചേർക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മളാരും ബിരിയാണിയെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുന്ന പോലും ഇല്ല അല്ലേ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണം. നമ്മൾ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒന്നും വേണ്ടല്ലോ. പയറും എന്തായാലും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ റൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല. നല്ല ഇനം പച്ചരിയോ പൊന്നിയരിയൊക്കെ പോലെയുള്ള അതായാലും കുഴപ്പമില്ല. അത് കറക്റ്റ് വേഗിനുള്ള വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുത്താൽ കറക്റ്റായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് വേണ്ട ഒരു കാര്യമുണ്ട്. 6 കപ്പ് വെള്ളം തിളപ്പിക്കണം. നല്ല ബോയിലിംഗ് വാട്ടറാണ് നമുക്ക് വേണ്ടത്. അത് മുടി ഇതേ സമയം തന്നെ തിളയ്ക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ ഉള്ളിയുടെ നിറമൊന്നും മാറി തുടങ്ങിയിട്ടില്ലല്ലോ, എല്ലാം പെട്ടെന്നാകും. ഈ ഒരു സ്റ്റേജിൽ നമുക്ക്, അതായത് ഉള്ളി ഇങ്ങനെ ചെറുതായി കളർ മാറാനായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റേജായി. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടി ചേർക്കാം. കാണുന്നുണ്ടല്ലോ, ഇച്ചിരി നിറം മാറി തുടങ്ങി. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും ചേർക്കാം. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ 3 ടേബിൾ സ്പൂൺ അല്ലേ ആദ്യം ചേർത്ത്, ഇനി ആ ബാക്കിയുള്ള 3 ടേബിൾ സ്പൂൺ, ടോട്ടൽ 6 ടേബിൾ സ്പൂൺ നെയ്യ് ഓർ ഓയിൽ എന്താണെങ്കിലും പ്രശ്നമില്ല, അല്ലെങ്കിൽ 2 കൂടി. ഓക്കെ, അപ്പോൾ അതെ കുറച്ചുകൂടി നെയ്യ് ആ പകുതിയും കൂടി ഒഴിച്ചപ്പോൾ നോക്കിയേ കറക്റ്റായിട്ടത് വഴണ്ട് കിട്ടാനുള്ള ആ ഒരു ഗീ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരാനുള്ള കാര്യം ആയിക്കഴിഞ്ഞു. നമ്മൾ ആദ്യമേ തന്നെ കംപ്ലീറ്റ് നെയ്യ് ഒഴിക്കാതെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഭയങ്കര പ്രാക്ടിക്കലാണ്. കാര്യം സവാളയെല്ലാം ചുരുങ്ങി മൂത്ത് തുടങ്ങുമ്പോൾ ചുരുങ്ങുമല്ലോ, ചുരുങ്ങി ആ കളർ വാടി ഒന്ന് കളർ മാറാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ആവും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ട് പിന്നെ നെയ്യ് ഒഴിക്കുമ്പോൾ കറക്റ്റ് ആവശ്യത്തിന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന രസമായിട്ട് കിട്ടും. ഇനി പെട്ടെന്ന് തന്നെ ആകും. എല്ലാത്തിൻ്റെയും പച്ചമണം മാറി നല്ല മുരിഞ്ഞ മണം വരും. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? വെള്ളം അപ്പോഴത്തേക്കും തിളയ്ക്കണം. ബാക്കി എല്ലാം റെഡിയാണ്. പയർ ഈസ് റെഡി, അരി ഈസ് റെഡി, പിന്നെ കുറച്ച് തൈര് വേണം, അത് റെഡി, പിന്നെ കുറച്ച് കസൂരിമേത്തി, അതാണ് അതിൻ്റെ ഹൈലൈറ്റ് പോയിൻറ്റ്. ഇപ്പം നോക്കിയേ, എല്ലാം സവാളയുടെയൊക്കെ നിറം മാറി, പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി മൂത്ത് തുടങ്ങി, ഇഞ്ചി വെളുത്തുള്ളിയും നല്ലതായിട്ടും പാകത്തിന് മൂത്തു, നല്ല മണം, നെയ്യൊക്കെ തെളിയും. ഇനി ഇതിൽ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോകുന്നു. 3/4 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, നോക്കിയിട്ട് ചെയ്താൽ മതി. ഈ ഒരു കളറാണ് നമ്മളുടെ ബിരിയാണിക്ക് കിട്ടാൻ പോകുന്നത്, ഈ ഒരു യെല്ലോ കളർ. ഇനി ഇതിലേക്ക് നമ്മളിത് കസൂരിമേത്തി ലീവ്സ് നമ്മൾ പൊടിക്കുന്നില്ല, വറുത്ത് പൊടിക്കുന്നൊന്നുമില്ല, ചൂടാക്കി പൊടിക്കുന്നൊന്നുമില്ല, അതേപോലെ ഉണങ്ങിയ ഇല. ഓ മൈ ഗോഡ്, എന്തൊരു വ്യത്യസ്തമായ ഒരു മണമാണ്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിപ്പില്ലാത്ത തൈര്. അപ്പോൾ തൈര് ഒഴിച്ച് കഴിഞ്ഞു. തൈരും ഇങ്ങനെ വെറ്റി അതിൻ്റെ എന്താ പറയുക നെയ്യ് തെളിയുന്ന സമയം ഒരു വലിയ ടൊമാറ്റോ, അതും സ്ലൈസസ്, നീളത്തിനുള്ളതോ അല്ലെങ്കിൽ ഞാനിപ്പോൾ 2ആയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്യാൻ പോകുന്നു. അതായത് നമ്മൾ തൈര് ഒഴിച്ചു, തൈരിലെ വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടൊമാറ്റോ ഇടുന്നു. ടൊമാറ്റോ വാടി കഴിഞ്ഞിട്ട് അടുത്ത കാര്യം ചേർക്കാനുള്ളൂ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കപ്പോളം മല്ലിയിലയും 1 കപ്പോളം പുതിനയിലയും ചേർത്താൽ നല്ല. പക്ഷേ പുതിന എനിക്ക് കിട്ടിയില്ല, ലോക്ക്ഡൗൺ ആണ്, എപ്പോഴും എല്ലാ കാര്യം കിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് പുതിനയൊക്കെ വളർത്തുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഞാൻ അധികം താമസിക്കാതെ നമ്മുടെ പുതിന കൃഷി നോക്കാൻ പോകുന്നത് അത്യാവശ്യം നമ്മുടെ കിച്ചൺ ഗാർഡനിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, മല്ലിയില പുതിനയെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. 2ഉം വേണം, പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് ചെറുതായിട്ട് അരിയണം എന്നില്ല കേട്ടോ, അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് മുറിച്ചിട്ടാലും മതി. വാടി കുഴഞ്ഞതിൻ്റെ കൂടെ ചേർന്നോളും. ടൊമാറ്റോ ഒക്കെ ഏതാണ്ട് വാടി കുഴഞ്ഞ ഈ ഒരു പാകം ആകണം. തീരൽപ്പം കുറയ്ക്കാം. ഇനി ഞാൻ പയറിനെ ഇതിൽ നിന്ന് മാറ്റാൻ പോണു. വെള്ളത്തിൽ നിന്നും റെഡിയാകണ്ടേ, പയറിനെ വെള്ളത്തിൽ നിന്ന് മാറ്റണം, അരിയും വെള്ളത്തിൽ നിന്നും മാറ്റണം, ഊറ്റി വയ്ക്കാം. അരിയും കൂടി ഇതുപോലെ ഊറ്റി വയ്ക്കാം.
സിങ്കിൻ്റെ അവിടെ വരെ പോകാൻ പഠിച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ എല്ലാം ചെയ്യാറ്. ഓക്കെ, അരിയും ഓവർ വെള്ളം ആകരുത്. കാര്യം നമുക്കൊരു മെഷർമെൻ്റ് ഉണ്ട്, കറക്റ്റ് കണക്കാണ്. ആ കണക്കിനുള്ള വെള്ളമേ പാടുള്ളൂ. അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളം പയറിലും അരിയിലും ഉണ്ടെങ്കിൽ എക്സസ് ആയി പോകും. ഓക്കെ, ഇത് റെഡിയായി, നല്ല കുഴഞ്ഞ് വന്നു. ടൊമാറ്റോ എല്ലാ കാര്യം വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നു. ഓൾ ഗെറ്റിംഗ് റെഡി, ഓൾ സെറ്റ് ടു ഗോ. ഓക്കെ, നമ്മുടെ അരി ആദ്യം ഇടുന്നു, വെള്ളം വാലാൻ വെച്ചിരുന്നു. അപ്പോൾ എരിവെന്ന് പറഞ്ഞാൽ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ചിട്ടാണ് നമ്മളപ്പോൾ പച്ചമുളക് ചേർക്കേണ്ടത്. നമ്മൾക്ക് എത്ര എരിവ് വേണം അതനുസരിച്ചിട്ട്. ഇനി ഞാൻ വീണ്ടും തീ കൂട്ടി കൊടുക്കുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ കിടക്കായിരുന്നു. അപ്പം നമ്മളുടെ പാതകമ്പുറമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വെക്കുന്നു. ഒരു പ്രശ്നമില്ല, എല്ലാം ക്ലിയർ. നമ്മൾ കുറച്ചൊന്ന് ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കെല്ലാം നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വർക്കിംഗ് സ്പേസ് എപ്പോഴും നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഈ റൈസ് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വറുത്താൽ മതി, 5 മിനിറ്റ്സ്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു നല്ല എന്താ പറയുക, ടെക്സ്ചർ വിൽ ബി ബെറ്റർ. 5 മിനിറ്റ്. ഇനി 5 മിനിറ്റ് ഏകദേശമായി. ഇനി ഇതിനകത്തേക്ക് പയർ. ഇതെന്താ നമ്മൾ ഉണ്ടാക്കുന്നത്? ചെറുപയർ ബിരിയാണി. നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലല്ലോ. അപ്പോൾ ചെറുപയർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും തോരൻ അല്ലെങ്കിൽ കഞ്ഞിക്കൊരു പയർ കറി അങ്ങനെയൊക്കെയല്ലേ വിചാരിക്കുക, അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെ പയർ കറി. കൂടുതലായിട്ടും അങ്ങനെയാണ്. പിന്നെ പുഴുങ്ങിയിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് കഴിക്കാം. പിന്നെ പല കാര്യങ്ങളും ചെയ്യാം, പലഹാരങ്ങളൊക്കെ ചെയ്യാം. പെസററ്റ്, നമ്മുടെ പയർ ദോശ, സത്യം പറഞ്ഞാൽ അത് ഫുൾ ഓഫ് പ്രോട്ടീനാണ്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ സ്പെഷ്യൽ ബിരിയാണിയാണ് പയർ ബിരിയാണി. ഇത് വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, ഒരു ബുദ്ധിമുട്ടില്ല. അല്ല, വെജിനുള്ള ഏറ്റവും മാക്സിമം ടേസ്റ്റ് ഇതിന് കിട്ടും. പയറിടട്ടെ. റൈസ് ഇങ്ങനെ ആയിക്കഴിഞ്ഞു. 5 മിനിറ്റ് അത്രയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പയർ വരും. ദേ നോക്കിയേ, പയർ ചേർത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ വഴറ്റാം. കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളം കറക്റ്റ്, ഈ ഒരു ടൈമിങ് കറക്റ്റായിരുന്നു. വെള്ളവും തിളച്ചു. കറക്റ്റ് 6 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, ബോയിലിംഗ് വാട്ടർ, അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു നല്ലൊരു തിള വരട്ടെ. പിന്നെ ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ഇപ്പോഴേ ചേർക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം. വേണമെങ്കിൽ നമുക്കൊരു പകുതി സ്റ്റേജിലും എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അത് നമ്മളുടെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. നല്ലൊരു തിള വരട്ടെ. തിള വന്നിട്ട് പാത്രം അടയ്ക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. സോ സിമ്പിൾ അല്ലേ? ഒറ്റ കറിയുള്ള വൺ പോട്ട് ഡിഷാണ്. ഒരു പാത്രത്തിൽ തന്നെ വഴറ്റുന്നു, അതിൽ തന്നെ നമ്മൾ വേവിക്കാനിടുന്നു എല്ലാം. പിന്നെ ഇതിലെനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഹോൾ സ്പൈസസ് ആണ് ഞാൻ ഇതിലിട്ട്. ചിലർക്കൊക്കെ ഹോൾ സ്പൈസസ് ഇഷ്ടമുണ്ടാവില്ല, ചിലപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് കടിക്കും. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ചിലർക്ക് ഇഷ്ടമല്ല അങ്ങനെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അങ്ങനെയുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടാലും മതി. മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ടാണെങ്കിലും ഗരം മസാലപ്പൊടി ഒരു 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. മതി. അത് തള വരാൻ തുടങ്ങുന്നു. യെസ്, വളരെ കളർഫുള്ളായിരിക്കും. നോക്കിയ പച്ചിലകളും ടൊമാറ്റോയും ഒരു ചെറിയൊരു മഞ്ഞളിൻ്റെ കളറും. ഇറ്റ്സ് ലുക്കിംഗ് നൈസ്. നല്ല വേണം. ഓക്കെ, നല്ലൊരു തിള വന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നല്ല തിള വന്നു, പാത്രം അടച്ചു. ഇനി തീ കുറയ്ക്കുന്നു. ഇനി ചെറിയ തീയിൽ കുറച്ച് നേരം ഇടുക. പാകത്തിന് വെന്ത് വെള്ളം കംപ്ലീറ്റ് വറ്റും. അതുവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അടപ്പ് തുറന്നിട്ട് കുറച്ച് നേരം സ്ലോ ഫയറിൽ തുറന്നിട്ട് ഒന്ന് വേവിക്കുക. അപ്പോൾ അതിൻ്റെ ബാക്കി ഈർപ്പമെല്ലാം മാറിക്കിട്ടും. ഇനി ഒന്നും ചെയ്യില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ആ ജോലിയെല്ലാം ചെയ്യാനായിട്ട് പോകാമല്ലോ. അതാണ്, ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പം ഞാൻ ഇച്ചിരി കറങ്ങിയെല്ലാം നടന്നിട്ട് തിരിച്ചെത്തി. സമയം ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് ഡൺ എന്ന് തന്നെ പറയാം. ഓക്കെ, കാര്യം എനിക്ക് ഫീൽ ചെയ്യാം, കുറച്ച് കാണുകയും ചെയ്യാം. ഇത് ഗ്ലാസ് ടോപ്പല്ലേ, ഏതാണ്ട് പറ്റി കഴിഞ്ഞു. തുറക്കല്ലേ? യെസ്, അതായത് പാകത്തിന് ചോറും പയറും എല്ലാം വെന്തിട്ടുണ്ട്. ഒരല്പം ഈർപ്പമുണ്ട്. ഇനി നമ്മൾ തുറന്നിട്ടിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ അത് ഡ്രൈ ആയിട്ട് വരും. ചെറിയ രീതിയിൽ തന്നെ കിടക്കട്ടെ.
അങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കണ്ടല്ലോ, പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരല്പം ഉപ്പ് നോക്കി, ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അത് ഈ സമയത്ത് ചേർക്കാം. ഇനി ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, തുറന്ന് കിടക്കട്ടെ, അടയ്ക്കണ്ട, ചെറിയ തീയിൽ ഇങ്ങനെ തുറന്നിടുക. ഇത് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വരും, ആ ഈർപ്പം കൂടി പോകും. ഇപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് ഡ്രൈ ആയി എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതൊരു 5 മിനിറ്റ് കൂടുതൽ വേണ്ടി വരില്ല ആക്ച്വലി. സീ അവർ പയറ് ബിരിയാണി, മനോഹരിയായ നമ്മുടെ പയറ് ബിരിയാണി റെഡി. കിടന്നുണ്ട്, രസമുണ്ടല്ലേ. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് വിളമ്പി വെക്കാൻ പറ്റിയ ഒരു പാത്രം ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ചെറിയ പാത്രങ്ങൾ മാത്രമേ തൽക്കാലം സ്റ്റോക്കുള്ളൂ. ബാക്കി താഴത്തെ കിച്ചണിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ താഴത്തെ കിച്ചണിലല്ലേ കുക്ക് ചെയ്യുന്നത്, അത് കാരണം ഒരുപാട് കാര്യങ്ങൾ താഴെയാണ്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതിൽ നിന്നും, ഇപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, നല്ല ഒരു കുഴഞ്ഞിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ടൊമാറ്റോനൊന്നും കാണാനേ ഇല്ല, അതേ നോക്കി, ഓരോ ചെറിയ നീളത്തിന് അതിൻ്റെ സ്കിന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നന്നായിട്ട് ഇതിനകത്തേക്ക് യോജിച്ചു. പകുതി പോർഷൻ ഞാൻ പാത്രത്തിലാക്കി, ബാക്കി പകുതി ഇവിടെ ഉണ്ട് നമ്മുടെ പാത്രത്തിൽ. അപ്പോൾ ഇത് ടോട്ടലായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 7 മുതൽ 8 പേർക്ക് വരെ സുഖമായിട്ട് കഴിക്കാം. 2.5 കപ്പ് അരിയല്ലേ ഇട്ടേ. അപ്പോൾ നിങ്ങൾക്ക് അത്ര വേണ്ട, 4 പേർക്ക് മതി എന്നുണ്ടെങ്കിൽ നേരെ പകുതി എടുക്കുക. 2.5 കപ്പ് എന്ന് പറഞ്ഞാൽ 1.25 കപ്പ് എടുക്കാം, അല്ലെങ്കിൽ 1 കപ്പായാലും കുഴപ്പമില്ല, 3-4 പേർക്കാണെങ്കിൽ. അപ്പോൾ എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റും അതിനനുസരിച്ച് ആനുപാതികമായി കുറയ്ക്കുക, ജസ്റ്റ് ഹാഫ്. ഇനി ഒരു ചെറിയ ഗ്രീൻ അലങ്കാരം വേണ്ടേ, ഓക്കെ, ഇച്ചിരി മല്ലിയില ഇടാം. അരിഞ്ഞ മല്ലിയിലയുടെ ബാക്കിയുണ്ട്, അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇവിടെ കുശാൽ. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലോക്ക്ഡൗൺ സ്പെഷ്യൽ പയറ് ബിരിയാണി നിങ്ങൾക്കും ഉണ്ടാക്കാം. ഒരു ദിവസത്തെ ലഞ്ച് മെനു ഇതാക്കുക. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിലും, അതായത് നോൺ വെജ് മസ്റ്റായിട്ടുള്ളവരാണെങ്കിലും, പ്യുവർ വെജിറ്റേറിയൻസിനും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പയറ് ബിരിയാണി. ടേസ്റ്റ് ചെയ്ത് കാണിക്കണ്ടേ, ഞാനിടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ടേസ്റ്റ് കിട്ടിയിരുന്നു. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്യാം. ആഹാ, സ്റ്റീം പറക്കുന്നു, ആവി പറക്കുന്ന പയറ് ബിരിയാണി. വാവുള്ളൂ അറിയില്ല. വെരി 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 ടേസ്റ്റി. എൻ്റെ എല്ലാ സ്പൈസസും എല്ലാ രസങ്ങളും ഞാനിങ്ങനെ എൻ്റെ ടേസ്റ്റ് ബഡ്സ് ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. അത് മുഴുവൻ കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചേ. പയറെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്, ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് എരിവുണ്ട്, നല്ല ഫ്ലേവർ. ഇതിങ്ങനെ അടുത്തേക്ക് പോകുമ്പോൾ മണം, ഞാൻ ആദ്യം കുറച്ച് നേരം എൻ്റെ മണത്തിലിങ്ങനെ മുഴുകി നിൽക്കുമായിരുന്നു. ആക്ച്വലി ഇറ്റ്സ് എക്സലൻറ്റ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണികളിലൊന്നായി മാറും ഇത്. എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ ചെയ്യാം. ഇത് നമ്മുടെ മാജിക് കവനിൽ പണ്ട് കാണിച്ചിട്ടുള്ളതാണ്. കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം, ഓർമ്മയുണ്ടാവും ചിലപ്പോൾ. പിന്നെ ഇതിന് സൈഡായിട്ട് എന്താ വേണ്ടത്, ഒരു റൈത്ത. അതിപ്പോൾ ഞാൻ പിന്നെ ചെയ്തോളാം. താഴേക്ക് പോകുമ്പോൾ ടൊമാറ്റോ, സവാള, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് അരിയുക, കുറച്ച് തൈര് ഒഴിക്കുക, ഒരു നുള്ളു പഞ്ചസാര ഇടുക, മല്ലിയില ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, എന്നിട്ട് ഇളക്കിയിട്ട് അത് നിറച്ചെടുക്കുക ഒരു സൈഡിൽ. പിന്നെ പപ്പടം, അച്ചാർ ധാരാളം. അപ്പോൾ ഇന്നത്തെ ലഞ്ച്, ഞങ്ങളുടെ വീട്ടിലെ ലഞ്ച് പയറ് ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ലഞ്ച് ഏതെങ്കിലും ഒരു ദിവസം ഇതായിരിക്കില്ലേ. അപ്പോൾ സന്തോഷമായില്ലേ? ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് മസ്റ്റായിട്ട് തരണം കേട്ടോ. ഉണ്ടാക്കി നോക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തു. ഇപ്പോൾ ഒരുപാട് കമൻറ്റ്സ് അങ്ങനെ വരുന്നുണ്ട്, ചേച്ചി ചെയ്ത് നോക്കി, നല്ല രസമുണ്ട്, ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഐ എം വെരി ഹാപ്പി ടു ഹിയർ യുവർ ഫീഡ്ബാക്സ് എന്നോ റീഡ് യുവർ ഫീഡ്ബാക്സ് എന്നൊക്കെ പറയുന്നത്. അത് ജെന്യുവനായിട്ട് ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, നിങ്ങളത് ഉണ്ടാക്കി നിങ്ങളത് ആസ്വദിക്കണം എന്നുള്ളത്. എനിക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കിയിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഫീഡ്ബാക്സ് ചെയ്ത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.